സ്കോട്ട്ലൻഡ് സ്വദേശിയും ഡിസ്റ്റിലറി ബിസിനസ്സിലെ പ്രധാന വ്യക്തിയുമായിരുന്നു ആംഗസ് മാക്ഡവൽ. അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനിയായിരുന്നു മാക്ഡവൽ ആൻഡ് കമ്പനി. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്കോട്ട്ലൻഡിൽ തന്നെയായിരുന്നു. 1880-കൾക്ക് ശേഷം ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തിയ ആംഗസ് മാക്ഡവൽ ബ്രൂവറി ബിസിനസ്സിൽ ഇന്ത്യയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ശേഷം സ്കോട്ട്ലൻഡിലെ തൻ്റെ മാതൃകമ്പനിയുടെ ബ്രാഞ്ചായിട്ടാണ് മാക്ഡവൽ ആൻഡ് കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ചത്. 1850 മുതൽ 1900 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ബ്രൂവറികൾ ഉണ്ടായിരുന്നു. കാസിൽ ബ്രൂവറീസ്, ബാംഗ്ലൂർ ബ്രൂവറീസ്, നീലഗിരി ബ്രൂവറീസ് എന്നിവയായിരുന്നു പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. മിസ്റ്റർ റോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോസ് ആൻഡ് ക്രൗൺ ബ്രൂവറി കമ്പനി 1857 ഇന്ത്യയിൽ ആരംഭിച്ച സ്ഥാപനമാണ് നീലഗിരി ബ്രൂവറീസ്. അക്കാലത്ത് ഊട്ടി, കൂനൂർ മേഖലകളിലെ ബ്രിട്ടീഷ് പ്ലാന്റർമാർക്കും ബ്രിട്ടീഷ് സൈനികർക്കും മറ്റ് യൂറോപ്യന്മാർക്കും ബിയർ വിതരണം ചെയ്യുന്നതിനായിട്ടാണ് നീലഗിരി ബ്രൂവറീസ് സ്ഥാപിക്കപ്പെട്ടത്. ഇങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകവേ 1915 സ്കോട്ടിഷ് ബിസിനസ്സുകാരനായിരുന്ന തോമസ് ലിഷ്മാൻ കാസിൽ ബ്രൂവറീസ്, ബാംഗ്ലൂർ ബ്രൂവറീസ്, നീലഗിരി ബ്രൂവറീസ് തുടങ്ങിയ മുൻനിര ബ്രൂവറികളെയും മറ്റ് ചെറിയ ബ്രൂവറികളെയും കൂട്ടിച്ചേർത്ത് യുണൈറ്റഡ് ബ്രൂവറീസ് രൂപവൽക്കരിച്ചു. തോമസ് ലീഷ്മാൻ യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തിയത് മദ്രാസ്, ബാംഗ്ലൂർ, ഊട്ടി, കൂനൂർ തുടങ്ങിയ മേഖലകളിലും ഇന്ത്യയിലുള്ള മറ്റ് ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശങ്ങളിലുമായിരുന്നു. യുണൈറ്റഡ് ബ്രൂവറീസ് ആദ്യകാലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഹോഗ്സ് ഹെഡ്സ് എന്നറിയപ്പെടുന്ന വലിയ ബാരലുകളിൽ വിതരണം ചെയ്യുന്ന ബൾക്ക് ബിയർ ഉൽപ്പാദിപ്പിക്കുന്നതിലായിരുന്നു. ഇതിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റം കൈവരിക്കുവാൻ കമ്പനിക്ക് കഴിഞ്ഞു. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകിയതിലൂടെ കൂടുതൽ ഉപഭോക്താക്കളെ സൃഷ്ടിക്കുവാൻ യുണൈറ്റഡ് ബ്രൂവറീസിന് കഴിഞ്ഞു. തുടർന്നുള്ള വർഷങ്ങളിൽ കമ്പനിയുടെ സാമ്പത്തിക വളർച്ച ക്രമാനുഗതമായി വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകവേ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഘട്ടത്തിൽ യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ഭരണതലത്തിൽ ബ്രിട്ടീഷ് മാനേജ്മെൻറ്റ് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ മാറ്റങ്ങളിൽ പ്രധാനമായി സംഭവിച്ചത് യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് ഇന്ത്യൻ വംശജനായ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണലായിരുന്ന ബി ഗണപതി മല്യയുടെയും ഭാര്യ ദേവി മല്യയുടെയും 3 മക്കളിൽ ഇളയവനായിരുന്ന വിത്തൽ മല്യയായിരുന്നു യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് ബ്രിട്ടീഷ് മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തിയത്. അന്ന് വിത്തൽ മല്യയുടെ വയസ്സ് 22 മാത്രമായിരുന്നു. 1947 ഡയറക്ടർ ബോർഡ് അംഗമായി തീർന്ന വിത്തൽ മല്യ 1948 യുണൈറ്റഡ് ബ്രൂവറീസ് കമ്പനിയുടെ ചെയർമാനുമായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വ്യാവസായിക മേഖലയിലും കാർഷിക വാണിജ്യ മേഖലകളിലും കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കാഴ്ചയായിരുന്നു തുടർ വർഷങ്ങളിൽ ഉണ്ടായത്. ഇന്ത്യൻ ബിസിനസ്സുകാർ പുതിയതരം ബിസിനസ് മേഖലകളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്ന അക്കാലയളവിൽ യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെ ബിസിനസ് വോളിയം എത്രയെന്ന് മനസ്സിലാക്കിയ വിത്തൽ മല്യ 1951 മാക്ഡവൽ ആൻഡ് കമ്പനി ലിമിറ്റഡ് ഏറ്റെടുത്തു. ഇത് വിത്തൽ മല്യയുടെയും യുണൈറ്റഡ് ബ്രൂവറീസിൻ്റെയും വളർച്ചയുടെ ശക്തമായ തുടക്കം തന്നെയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഡിസ്റ്റിലറി വ്യവസായത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയ വിത്തൽ മല്യ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ 1959 മാക്ഡവൽ ആൻഡ് കമ്പനിയുടെ ആദ്യത്തെ ഡിസ്റ്റിലറി സ്ഥാപിച്ചു. തുടർന്ന് ഇറക്കുമതി ചെയ്ത കോൺസെൻട്രേറ്റുകൾ ഉപയോഗിച്ച് ബിസ്ക്വിറ്റ് ബ്രാൻഡിയും ഡോർവില്ലെ ഫ്രഞ്ച് ബ്രാൻഡിയും ബോട്ടിലിംഗ് ആരംഭിച്ചു. ഈ 2 പ്രൊഡക്റ്റുകളും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് എത്തുവാൻ പര്യാപ്തവുമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ, അതായത് 1961 എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്റ്റിലേഷൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തു. ഇക്കാലയളവിൽ തന്നെ ബിസ്ക്വിറ്റ് ബ്രാൻഡിയുടെ കോൺസെൻട്രേറ്റ് ഇമ്പോർട്ട് എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞതോടെ 1963-64 കാലഘട്ടത്തിൽ മാക്ഡവൽ കമ്പനി മാക്ഡവൽ നമ്പർ 1 ബ്രാൻഡി പുറത്തിറക്കി. ഇത് മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു. ഇതിനുശേഷം 1968 മാക്ഡവൽ നമ്പർ 1 വിസ്കി പുറത്തിറക്കി. ഈ 2 പ്രൊഡക്റ്റുകളും വമ്പൻ വിജയവുമായിരുന്നു. വിത്തൽ മല്യയുടെ പ്രതാപകാലത്ത് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നത് 10 ബ്രൂവറീസ് കമ്പനികളും 14 ഡിസ്റ്റിലറികളുമായിരുന്നു. ഇതോടൊപ്പം തന്നെ 7 ഭക്ഷ്യ സംസ്കരണ കമ്പനികളും
ഏതാനും ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും 2 പാക്കേജിംഗ് യൂണിറ്റുകളും 3 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും 3 സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലിംഗ് പ്ലാന്റുകളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നു. വിത്തൽ മല്യയ്ക്കും ഏതൊരു ബിസിനസ്സുകാരനും ബിസിനസ് സംരംഭകനും നേരിടേണ്ടി വരുന്ന എതിർപ്പുകളും കോടതി വ്യവഹാരങ്ങളും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് മദ്യനിർമ്മാണത്തിലെ ചില ചട്ടലംഘനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. യുണൈറ്റഡ് ബ്രൂവറീസിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച വിത്തൽ മല്യയ്ക്ക് മറ്റ് ബ്രൂവറി കമ്പനികളിൽ നിന്ന് പലതരത്തിലുമുള്ള ശക്തമായ എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളും നടത്തിയാണ് വിത്തൽ മല്യ തന്റെ ബിസിനസ് സാമ്രാജ്യം നിലനിർത്തി. ഇങ്ങനെയിരിക്കെ 1983 വിത്തൽ മല്യ അന്തരിച്ചു. ഇതിനുശേഷം യുണൈറ്റഡ് ബ്രൂവറീസിന്റെ അമരക്കാരനായി വന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോകത്തെ എക്കാലവും ത്രസിപ്പിച്ച ശ്രീ വിജയ് മല്യയാണ്. 28-ാം വയസ്സിലാണ് വിജയ് മല്യ UB ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. വിജയ് മല്യയുടെ നേതൃത്വത്തിൽ യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പ് കൂടുതൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ UB ഗ്രൂപ്പ് 60-ലധികം കമ്പനികൾ ഉൾപ്പെടുന്ന ഒരു ബഹുരാഷ്ട്ര കമ്പനിയായി മാറുകയും ചെയ്തു. വിജയ് മല്യ UBLന്റെ ചെയർമാനായി അധികാരമേറ്റതിന് ശേഷം വാർഷിക വിറ്റുവരവ് 15 വർഷത്തിനുള്ളിൽ 64% വർദ്ധിച്ച് 1998-1999 കാലയളവിൽ $11 ബില്യൺ ലെത്തി. UB ഗ്രൂപ്പ് ഇക്കാലയളവിൽ ബർജർ പെയിൻസ്, ബെസ്റ്റ് ആൻഡ് ക്രോംപ്ടൺ, മംഗലാപുരം കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ദി ഏഷ്യൻ ഏജ് ന്യൂസ് പേപ്പർ എന്നിവയും 2001 ബോളിവുഡ് മാസികയായ സിനി ബ്ലിറ്റ്സ് എന്നിവയും ഏറ്റെടുത്തു. ചുരുക്കത്തിൽ UB ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് വിജയ് മല്യയുടെ ലീഡർഷിപ്പിൽ ലോകത്തിലെ 2ാമത്തെ വലിയ സ്പിരിറ്റ് കമ്പനിയായി തീർന്നു. പിന്നീട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് USLന്റെ നിയന്ത്രണം 2012 ആഗോള സ്പിരിറ്റ് ഭീമനായ ഡിയാജിയോ ഏറ്റെടുത്തു. വിജയ് മല്യയുടെയും UB ഗ്രൂപ്പിൻ്റെയും വളർച്ച അക്കാലത്ത് എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന ഒന്നായിരുന്നു. കാലക്രമേണ ഏതൊരു ബിസിനസ് സംരംഭത്തിനും മണി മാനേജ്മെൻറ്റിൽ പിഴവ് വന്നാൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ വിജയ്യുടെ ബിസിനസ്സിലും സംഭവിച്ചു. 2005 UB ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ രൂപം കൊണ്ട എയർലൈൻസ് കമ്പനിയായിരുന്നു കിങ് ഫിഷർ എയർലൈൻസ്. 2013 കിങ് ഫിഷർ എയർലൈൻസും അതിൻ്റെ ലൈസൻസ് നഷ്ടപ്പെടുകയും ചെയ്തു. കാരണം കമ്പനിക്ക് ലാഭം ഉണ്ടായില്ല, കടം മാത്രമായിരുന്നു മിച്ചം. ഇന്ത്യയിലെ വിവിധ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നായി മല്യയും കമ്പനികളും എടുത്തിട്ടുണ്ടായിരുന്ന ലോണുകളുടെ തിരിച്ചടവ് മുടങ്ങുകയും ജീവനക്കാർക്ക് ശമ്പളം നൽകുവാൻ പോലും മാർഗമില്ലാതെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പോലും ഭാഗികമായി നിർത്തേണ്ടിയും വന്നിട്ടുണ്ട്. 2016 മാർച്ച് അവസാനം വിജയ് മല്യയ്ക്ക് പണം നൽകിയ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം മല്യ രാജ്യം വിട്ട് പോകാതിരിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. എന്നാൽ 2016 മാർച്ച് 2 തന്നെ വിജയ് മല്യ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോയിരുന്നുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ വിജയ് മല്യയുടെ അറസ്റ്റിനായി ഹൈദരാബാദിലെയും മുംബൈയിലെയും കോടതികൾ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു. പക്ഷേ മല്യ ഇംഗ്ലണ്ടിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അക്കാലത്ത് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. വിജയ് മല്യ രാജ്യം വിട്ടതോടുകൂടി 2016 ജൂണിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മല്യയുടെ ഇന്ത്യയിലുള്ള ആസ്തികളും സ്വത്തുക്കളും താൽക്കാലികമായി കണ്ടുകെട്ടി എന്ന് റിപ്പോർട്ട് ചെയ്തു. തിരിച്ചടയ്ക്കാത്ത ബാങ്ക് വായ്പകൾക്കെതിരെ ഉള്ളതായിരുന്നു. 2016 സെപ്റ്റംബർ 3 വിജയ് മല്യയുടെ $780 മില്യൺ വിലമതിക്കുന്ന ആസ്തികൾക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2ാമത്തെ അറ്റാച്ച്മെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൽ ഒരു ഫാം ഹൗസ്, യുണൈറ്റഡ് ബ്രൂവറീസിലെ ഓഹരികൾ, ബാംഗ്ലൂരുവിലെ $67 മില്യൺ വിലമതിക്കുന്ന 1ലധികം ഫ്ളാറ്റുകൾ എന്നിവയുമായിരുന്നു. 2016 ഡിസംബറോടെ വിജയ് മല്യയുടെയും കിങ് ഫിഷറിൻ്റെയും ഇന്ത്യയിലുള്ള $1.1 ബില്യൺ വിലമതിക്കുന്ന ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിൽ കണ്ടുകെട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ആസ്തികളിൽ ഒന്നായിരുന്നു ഇത്. വിജയ് മല്യ ഇംഗ്ലണ്ടിലേക്ക് പോയതിനു ശേഷം UB ഗ്രൂപ്പിന്റെ പുതിയ ലീഡർഷിപ്പ് ഡിയാജിയോയ്ക്ക് ലഭിച്ചു. ഇന്ത്യയിലെ നമ്പർ 1 ബിവറേജ് കമ്പനി ആണ് ഡിയാജിയോ. ഇപ്പോൾ 1997 ഡിയാജിയോ സ്ഥാപിതമായത്.
ഏകദേശം 180 രാജ്യങ്ങളിൽ ഡിയാജിയോ പ്രവർത്തിക്കുന്നുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഡിയാജിയോ. 54.8% ഓഹരികൾ USL ലിമിറ്റഡിൻ്റെ ഓഹരികൾ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് ഡിയാജിയോ. ഇന്ന് മക്ഡവൽ ബ്രാൻഡ് USL ലിമിറ്റഡ് ഏറ്റെടുത്തത് മൂലം ഡിയാജിയോയുടെ നിയന്ത്രണത്തിലാണ് നിലവിലുള്ളത്. UB ഗ്രൂപ്പിനെ ഏറ്റെടുക്കുന്നതിൽ നിന്ന് ഡിയാജിയോയെ കോടതി വിലക്കി. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ UB ഗ്രൂപ്പിന്റെ ഓഹരികൾ ബിഡ് ചെയ്യുവാൻ ഡിയാജിയോയ്ക്ക് കഴിഞ്ഞില്ല. അതിന് അവസരം ലഭിച്ചത് ഡച്ച് ബിവറേജ് കമ്പനിയായ ഹൈനിക്കൻ NVക്ക് ആയിരുന്നു. 2021 പൂർണ്ണമായി UB ഗ്രൂപ്പ് ഹൈനിക്കൻ സ്വന്തമാക്കി. ഇന്ന് UBL ഗ്രൂപ്പ് ഹൈനിക്കൻ NV എന്ന കമ്പനിയുടെ സബ്സിഡിയറി സ്ഥാപനമാണ്. ഹൈനിക്കൻ ഒരു ഡച്ച് മൾട്ടിനാഷണൽ ബ്രൂവിംഗ് കമ്പനിയാണ്. 1864 ആംസ്റ്റർഡാമിൽ ജെറാർഡ് അഡ്രിയാൻ ഹൈനിക്കൻ എന്ന വ്യക്തിയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇന്ന് 70-ലധികം രാജ്യങ്ങളിലായി 165-ലധികം ബ്രൂവറികൾ ഹൈനിക്കനുണ്ട്. 348 തരത്തിലുള്ള ബിയറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഹൈനിക്കൻ. ഇന്ന് ഇന്ത്യൻ ബിയർ വിപണിയുടെ 50%-ലധികം കൈകാര്യം ചെയ്യുന്നത് ഹൈനിക്കൻ്റെ സബ്സിഡിയറിയായ യുണൈറ്റഡ് ബ്രൂവറീസ് തന്നെയാണ്. കിങ്ഫിഷർ എയർലൈൻസ് ആരംഭിച്ചതിലൂടെ ബിസിനസ് സാമ്രാജ്യം തകർന്നുപോയ വ്യക്തിയാണ് വിജയ് മല്യ. അദ്ദേഹത്തിൻ്റെ പിതാവ് വിത്തൽ മല്യയുടെ ലളിത ജീവിതവും കൃത്യമായിട്ടുള്ള മണി മാനേജ്മെൻറ്റും UB ഗ്രൂപ്പിനെ വളർച്ചയിലേക്ക് നയിച്ചുവെങ്കിൽ വിജയ് മല്യയുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ UB ഗ്രൂപ്പിനെയും യുണൈറ്റഡ് സ്പിരിറ്റ്സിനെയും അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് വിദേശ കമ്പനികൾക്ക് വിൽക്കുവാൻ കാരണമായി തീർന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.